ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്ന എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത ഒരു സെമി ഫാൻസി നമ്പറും അതുപോലെ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്കൊരു സീരിയൽ നമ്പർ അയച്ചിട്ട് ഈ ഒരു കറൻസിക്ക് മാർക്കറ്റ് വാല്യൂ ലഭിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കറൻസി സീരിയൽ നമ്പറിനെ കുറിച്ചുള്ള വീഡിയോ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോ വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട് ഈ ഒരു കറൻസിയുടെ സീരിയൽ നമ്പറും ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച ആ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് വരുന്ന കറൻസികളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്ന് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് സീരിയൽ നമ്പറാണ്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും 500005 എന്നുള്ള സീരിയൽ നമ്പർ. അതായത് സീരിയൽ നമ്പറിൻ്റെ ആദ്യം 5ഉം ഏറ്റവും അവസാനം 5 എന്നുള്ള ഒരു അക്കങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സീരിയൽ നമ്പറിന് സെമി ഫാൻസി സീരിയൽ നമ്പർ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതുപോലുള്ള സെമി ഫാൻസി ആയിട്ട് വരുന്ന സീരിയൽ നമ്പർ നമുക്ക് ഒരുപാട് സർക്കുലേഷനിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കറൻസിയുടെ നല്ലൊരു ജെം യൂണിസി കണ്ടീഷൻ കറൻസിയാണ് ആവശ്യമെങ്കിൽ, അതായത് ഞാനിപ്പം എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിരിക്കുന്ന നല്ലൊരു ജെം യൂണിസി കണ്ടീഷൻ കറൻസിയാണ്. ഇതുപോലുള്ള ഒരു കണ്ടീഷൻ കറൻസിയാണ് നമുക്ക് ആവശ്യമെങ്കിൽ നമ്മളൊരു ഡീലറിൻ്റെ അടുത്തുനിന്നോ ഇല്ലെങ്കിൽ ന്യൂമിസ്മാറ്റിക്സ് പരമായിട്ട് നമുക്ക് കറൻസിയൊക്കെ എവിടെ നിന്ന് കിട്ടുന്നോ അവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതുപോലുള്ള ഒരു ജെം യൂണിസി കണ്ടീഷൻ കറൻസി കിട്ടുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ബാങ്കിൽ നിന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ചിലർക്ക് ക്യാഷ് വിത്ഡ്രോ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റിമ്മായിട്ടും ബണ്ടിലായിട്ടൊക്കെ ലഭിക്കും. അതിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സെമി ഫാൻസി സീരിയൽ നമ്പറൊക്കെ കിട്ടാനും നല്ലൊരു സീരിയൽ നമ്പർ വില കിട്ടുന്ന സീരിയൽ നമ്പറൊക്കെ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതൊരു സെമി ഫാൻസി സീരിയൽ നമ്പറാണ്. അപ്പോൾ ഇതുപോലുള്ള സെമി ഫാൻസി സീരിയൽ നമ്പറിനൊക്കെ മാർക്കറ്റിൽ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് കിട്ടാം. ഇത് ഞാൻ എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ഒരു ഡിഫറൻറ്റ് ടൈപ്പിലൊരു സീരിയൽ നമ്പർ കളക്ഷൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് വേണ്ടി മേടിച്ചതാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു കറൻസിയുടെ സീരിയൽ നമ്പറാണ് 786 വരുന്ന സീരിയൽ നമ്പറുകൾക്ക് വാല്യൂ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ നമ്മുടെ ഒരു ചാനൽ വഴി ഞാൻ ഒരുപാട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് നോക്കി മനസ്സിലാവും. ലാസ്റ്റ് നമുക്ക് റിവേഴ്സ് 786 എന്നുള്ളൊരു സീരിയൽ നമ്പറാണ് വരുന്നത്. ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു സീരിയൽ നമ്പർ ആദ്യം 111687, അതായത് റിവേഴ്സ് നോക്കുമ്പോൾ 786 എന്നുള്ളൊരു സീരിയൽ നമ്പർ. അപ്പോൾ ഇതുപോലുള്ള വരുന്ന സീരിയൽ നമ്പറിനൊക്കെ മാർക്കറ്റിൽ വില കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തന്നെ ഇതുപോലുള്ള സീരിയൽ നമ്പറൊന്നും എടുത്ത് കളക്ഷൻ ചെയ്യാറില്ല. പിന്നെ തീമാറ്റിക്കായിട്ട് കളക്ഷൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതുപോലുള്ള റിവേഴ്സ് സീരിയൽ നമ്പർ കളക്ഷനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ വെറുതെ മേടിച്ചാണ്, ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് മേടിച്ചാണ്. വളരെ കുറഞ്ഞ വില നിരക്കിലാണ് എനിക്ക് ഈ ഒരു കറൻസി കിട്ടിയത് തന്നെ. അപ്പോൾ ഇതുപോലുള്ള വരുന്ന സീരിയൽ നമ്പറൊക്കെ മാർക്കറ്റിൽ നിന്നും നമുക്ക് സർക്കുലേഷനിൽ നിന്നൊക്കെ ഒരുപാട് നമുക്ക് കിട്ടാവുന്ന കറൻസിയാണ്. അതുപോലെ തന്നെയാണ് അടുത്ത് ഞാൻ മേടിച്ചിരിക്കുന്നതും ഇതുപോലുള്ളൊരു സീരിയൽ നമ്പർ. നമുക്ക് ആദ്യം 786 എന്നുള്ളൊരു സീരിയൽ നമ്പർ. അപ്പോൾ ആദ്യം 786 വന്നു കഴിഞ്ഞാൽ ഈ ഒരു കറൻസിക്ക് മാർക്കറ്റിൽ നല്ലൊരു വില, ചിലപ്പോൾ ലക്ഷങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് എനിക്ക് കുറേ കസ്റ്റമേഴ്സ് അയക്കുന്നത്. അപ്പോൾ ഒരിക്കലുമല്ല, ആദ്യം 786 വരുന്ന കറൻസിക്കും ലാസ്റ്റ് 786 വരുന്ന കറൻസിക്കൊന്നും മാർക്കറ്റിൽ വിലയില്ല. ഇനി സീരിയൽ നമ്പറിന്, അങ്ങനെയുള്ള സീരിയൽ നമ്പറിന് വില കിട്ടുവാണെങ്കിൽ 786,000 ലാസ്റ്റ് 3 അക്കം 00 കണ്ടിന്യൂസ് ആയിട്ട് വരണം. ഇല്ലെങ്കിൽ ആദ്യത്തെ 3 അക്കങ്ങൾ 0 വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് 786 എന്നും വരണം. ഇല്ലെങ്കിൽ 000786 എന്നുള്ള ആ ഒരു സീരിയൽ നമ്പർ വരണം. അങ്ങനെ വരുന്ന സീരിയൽ നമ്പേഴ്സിനൊക്കെ മാത്രമാണ് വില വരുന്നത്. അപ്പോൾ ആ ഒരു സീരിയൽ നമ്പർ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്തേക്കാം. അല്ലാതെ വരുന്ന 786 വരുന്ന സീരിയൽ നമ്പർക്കൊന്നും മാർക്കറ്റിൽ യാതൊരു വിലയുമില്ല. അതൊക്കെ വെറുതെ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ആണ് ഇതുപോലുള്ള അങ്ങനെയുള്ള ഡീറ്റെയിൽസ് വിടുന്നതും ഒരുപാട് നമ്മളെ പോലുള്ള മലയാളികളൊക്കെ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് അവർക്ക് സർക്കുലേഷനിൽ നിന്ന് കിട്ടുന്ന കറൻസിയൊക്കെ എനിക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെ വരുന്ന സീരിയൽ നമ്പറിനൊന്നും യാതൊരുവിധ വാല്യൂ ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ അങ്ങനെയുള്ള സീരിയൽ നമ്പറൊക്കെ മേടിച്ച് കളക്ഷൻ ചെയ്യുന്ന വ്യക്തികളുണ്ട്. അവരൊരു തീമാറ്റിക് ആയിട്ടാണ് അതൊക്കെ കളക്ഷൻ ചെയ്യുന്നത്. ഞാൻ ആ ഒരു ടൈപ്പ് ഓഫ് കറൻസി ഒന്നും മേടിക്കാറില്ല. അങ്ങനെ മേടിച്ചാലും ഇതുപോലുള്ള ജെം യൂണിസി കണ്ടീഷൻ, അതായത് ചെറിയൊരു തീമാറ്റിക് ആയിട്ടുള്ള ഒരു കളക്ഷന് വേണ്ടി ഇങ്ങനെയുള്ള ജെം യൂണിസി കണ്ടീഷൻ കറൻസികൾ മാത്രമാണ് കളക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന 786 നമ്പറിൽ നിന്നും യാതൊരുവിധ മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരിക്കുന്നില്ല. ഇനി വിലയുള്ള സീരിയൽ നമ്പറൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ഒരു ചാനൽ വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഒരു ചാനൽ തുടർന്നും കാണുക. അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ഒരു ചാനൽ തുടർന്നും കാണുക. നമ്മൾ പറയുന്ന നാണയങ്ങളുടെ കറൻസികളുടെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കി അങ്ങനെയൊക്കെ കളക്ഷൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.